ഡോക്ടർ ആന്റിക്ക് എന്നെ മനസ്സിലായോ? ഞാൻ മഹേശ്വരി കുഞ്ഞമ്മയുടെ മകൻ അജയ് ഘോഷിന്റെ. ആ അറിയാം, കല്യാണത്തിന് ഞാൻ ഉണ്ടായിരുന്നല്ലോ. കല്യാണത്തിന് മാത്രമല്ല, ഒരിക്കൽ ഞങ്ങൾ രണ്ടുപേരെയും കൗൺസിലിംഗ് ചെയ്തിട്ടുണ്ട്. ഒഫീഷ്യലായിട്ടല്ലെന്ന് മാത്രം. ആ അതെ, ഞാൻ ആന്റി ഒന്ന് കാണാൻ വന്നതാണ്. അയ്യോ ആണോ? പക്ഷെ ഞാനിപ്പോ കുറച്ച് തിരക്കിലാണല്ലോ. നമുക്ക് പിന്നെ കണ്ടാ മതിയോ? അല്ലെങ്കിൽ വിളിക്കാം. കുട്ടിയുടെ ഫോൺ നമ്പർ ഒന്ന് തന്നാ മതി. ഇതിപ്പോ ഒരുപാട് നേരമൊന്നും വേണ്ട ആന്റി, ഒരു ചെറിയ സംശയം തീർക്കാൻ, ദാറ്റ്സ് ഓൾ. അത്യാവശ്യ കാര്യമായതുകൊണ്ടാ ഞാൻ സമയം നേരൊന്നും നോക്കാതെ ഇങ്ങോട്ട് തന്നെ വന്നത്. ഓക്കെ, എന്താ കാര്യം പറഞ്ഞോളൂ. എന്റെയും അജയ് ഘോഷിന്റെയും കാര്യങ്ങളൊക്കെ ആന്റി അറിഞ്ഞു കാണുമല്ലോ. കുറച്ചൊക്കെ അറിഞ്ഞു. ഒരു ജീവിതമേ ഉള്ളൂ. അതിനിടയിൽ എന്തിനാ വെറുതെ കൊച്ചു കൊച്ചു കാര്യങ്ങളുടെ പേരിൽ പിടിവാശി പിടിച്ച് ഒന്നിച്ചു പോയിക്കൂടെ അജയനെ നിനക്കും? പിന്നെന്താ, അജയന്റെ ഭാര്യ ആവാന്നേ ഞാൻ ഉറപ്പ് കൊടുത്തിട്ടുള്ളൂ. ആ വീട്ടിലെ മറ്റുള്ളവരുടെ അടിമയാവാന്ന് ഞാൻ ആർക്കും വാക്ക് കൊടുത്തിട്ടില്ല. പക്ഷേ അവർക്ക് ആവശ്യം അതാണ്. അജയനും അവരാണ് വലുത്. പിന്നെ ഏതെങ്കിലും വിധത്തിൽ വഴക്കുണ്ടാകുന്നതിനേക്കാൾ നല്ലത് അങ്ങനെ ഒരു ബന്ധമില്ലെന്ന് കരുതി ഒഴിവാകുന്നതല്ലേ? മിനിമം നമുക്കൊരു സമാധാനമെങ്കിലും കിട്ടുമല്ലോ. അതൊക്കെ നീ പറഞ്ഞത് സത്യമാണ്. പക്ഷേ ഞാൻ അറിഞ്ഞിടത്തോളം ഞങ്ങൾക്ക് കുട്ടികളില്ല എന്നതാണ് മെയിൻ ഇഷ്യൂ. പക്ഷെ പണ്ട് ആന്റി അല്ലേ അത് ചെയ്യാം ഇത് ചെയ്യാന്നൊക്കെ പറഞ്ഞ് ഫെർട്ടിലിറ്റിയുടെ ക്ലാസ് എടുത്തത്. പിന്നീട് എന്താ അതൊന്നും മുന്നോട്ട് പോയില്ല. അപ്പൊ ആന്റിക്ക് മനസ്സിലായി കാണണം അവരുടെ ഉദ്ദേശ ലക്ഷ്യം അതല്ലായിരുന്നു എന്ന്. ഓക്കെ ഫൈൻ, അത് വിട്ടേക്ക്. ഇപ്പൊ നീ എന്തിനാ എന്നെ കാണാൻ വന്നേ? നീ വിചാരിച്ച പോലെ ഒരു കാര്യവും നടക്കില്ല എന്ന് ഉറപ്പാണെങ്കിൽ അവരെ അവരുടെ വഴിക്ക് വിടുന്നതല്ലേ ബുദ്ധി. അങ്ങനെയും പറയാം. പക്ഷേ തോൽക്കാൻ പറ്റാത്ത ഒരു മനസ്സും കൊണ്ടാ ഞാൻ നടക്കുന്നതെങ്കിലോ? നന്നാക്കി എടുക്കാൻ പറ്റില്ലെന്ന് ഉറപ്പായ അവിടെ ബോംബിട്ട് തകർക്കാനാ എന്റെ തീരുമാനം. എന്റെ ജീവിതം നശിപ്പിച്ചവരെ ഞാൻ വെറുതെ വിടില്ല. അത് നിന്റെ ഇഷ്ടം. നീ ഇപ്പോഴും എന്നെ കാണാൻ വന്ന എന്തിനാണെന്ന് മാത്രം പറഞ്ഞില്ല. എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു അനോണിമസ് കോൾ വന്നിരുന്നു. എനിക്കെതിരെ പട നയിക്കുന്ന മഹേശ്വരി കുഞ്ഞമ്മ എന്തോ ഒരു രഹസ്യ പരിപാടി ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്കുമായി ബന്ധപ്പെട്ട് നടത്തുന്നതായി ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ. ആ കോൾ ചെയ്തത് ആന്റിയാണെന്ന് വിശ്വസിക്കാനാ എനിക്കിഷ്ടം. ഞാനോ? ഞാനെന്തിനങ്ങനെ ചെയ്യണം? വൈ ഷുഡ് ഐ? അതിനെനിക്ക് ഉത്തരവില്ല. ഇനി ആന്റി ആണെങ്കിലും അല്ലെങ്കിലും അവർ ചെയ്യുന്നതൊക്കെ അറിയാൻ ആന്റിക്കേ വഴിയുള്ളൂ. അതാണ് നിജസ്ഥിതി അറിയാൻ ഇവിടെ തന്നെ ആന്റിയെ കാണാൻ ഞാൻ വന്നത്. സോറി, ആ ധാരണ തെറ്റാണ്. അവരെന്തിനൊക്കെയോ ട്രൈ ചെയ്തിരുന്നു എന്ന് എനിക്കറിയാം. ഒരു സറോഗേറ്റ് മദറിന്റെ സാധ്യതയെക്കുറിച്ച് എന്നോടും തിരക്കിയിരുന്നു. പക്ഷേ പാതി വഴിക്ക് അത് നിന്നു. ആരെ കിട്ടി എങ്ങനെ കിട്ടിയെന്നൊന്നും എനിക്കറിയില്ല. ബട്ട് അവർക്കിപ്പോ ആ നാട്ടിലുള്ള ഒരു ഡോക്ടർ മായാവതിയുമായി എന്തോ ഒരു ഇടപാടുണ്ട്. അതെനിക്കറിയാം. ഈ ഡോക്ടർ മായാവതി ആരാണെന്നൊന്ന് അന്വേഷിച്ചു നോക്കൂ. അത് മതി നന്ദയുടെ ഡൗട്ട്സ് ക്ലിയർ ആവാൻ. ഡോക്ടർ മായാവതി? അതെ. പിന്നെ ഞാനിത് പറഞ്ഞെന്ന് വെച്ച് ഈ കാര്യത്തിൽ എന്നെ വലിച്ചിഴക്കരുത് പ്ലീസ്. നമ്മൾ തമ്മിൽ കണ്ടിട്ടില്ല. ഓക്കെ അല്ലേ? ഓക്കെ. എന്തായാലും തന്ന വിവരങ്ങൾക്ക് നന്ദി. ഞാൻ മുമ്പ് പറഞ്ഞ ബോംബുകളുടെ കൂട്ടത്തിൽ ഒരുപക്ഷെ ഇത് തന്നെയാവും ഏറ്റവും വലുത്. ഇത് വെച്ച് ആ കുടുംബത്തിന്റെ അടുക്കൽ ഞാൻ തകർക്കാൻ ശ്രമിക്കും.